പൊട്ടോ? സൂസൻ ഇങ്ങ് വരൂ. എന്താ കൃതാങ്കൻ ചേട്ടാ? രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാം എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ എന്താ പുട്ട്? ഇഡലി ഉണ്ടാക്കാനുള്ള മാവ് കൃതാങ്കൻ ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നില്ല. അതെയോ? ചേട്ടൻ വാങ്ങിക്കാൻ മറന്നുപോയി. നീ എന്തിനടിക്കടാ? പിന്നെ ഞാൻ മറന്നുപോയാൽ ഞാൻ തന്നെ എന്നെ അടിക്കണോ? ഇന്നലെ നിങ്ങളെ ഞാൻ ഫോൺ വിളിച്ച് ഓർമ്മിപ്പിച്ചതല്ലേ? ഒരു പ്രാവശ്യം ഫോൺ വിളിച്ച് ഓർമ്മിച്ചാ പോരാ, 2 പ്രാവശ്യം വിളിച്ച് ഓർമ്മിക്കണം. നിങ്ങളല്ലേ മനുഷ്യ പറഞ്ഞത് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ 1 പ്രാവശ്യം വിളിക്കാവൂ, 2ാമത്തെ പ്രാവശ്യം വിളിക്കരുതെന്ന്. നിനക്ക് എന്റെ വാട്സാപ്പിലോട്ട് ഒരു ഹായ് ഇട്ടുണ്ടായിരുന്നാടി. ഞാൻ വാട്സാപ്പിൽ ഹായ് ഇട്ടായിരുന്നു. നീ ഹായ് ഇട്ടാ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കൂടിയത് മാവ് വായിക്കാനുള്ള കാര്യമാണ്. ഈശോയെ അതാര്? ഇന്നലെ ഇവിടെ പ്ലംബറിന് പേര് ഈശോ എന്നല്ലേ? സത്യം പറയണേ. ഞാൻ ദൈവത്തിനെ വിളിച്ചത്. നീ എന്റെ അടുത്ത് ചോദിച്ചാൽ ദൈവത്തിനെ വിളിക്കൂല്ലേ? പൊടിയകത്ത്. ഈ കൊച്ചിനെ എങ്ങനെ ഉപദ്രവിച്ച? കഷ്ടം തന്നെ ആ കൊച്ചിന്റെ കാര്യം. ഭാര്യമാരായാൽ അനുസരണ വേണം. ഏതും പോക്കിയടാ വീടിന്റെ ഫ്രണ്ടിൽ ഒന്ന് കുശുഷിക്കണ. അയ്യോ ബുൾഡോസർ എത്തി. അല്ല കൃതാങ്ക, ഞാൻ പറയായിരുന്നു അതാ വീട്ടിലാകുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അതിനെ ആ കുട്ടി എങ്ങനെ തല്ലണോ? വേണ്ടടാ, നാളത്തോടെ നിന്റെ വീട്ടിൽ ഒന്ന് നിന്റെ ഭാര്യത്തല്ല. മാന്യമായി പോകുന്ന ഒരു റെസിഡൻസ് ആണിത്. ഇവിടെ നമ്മൾ ഇതൊന്നും അനുവദിക്കില്ല. കൃതാങ്ക, നീ അഴി എണ്ണുവേ. എന്റെ വീട്ടിലെ അഴി ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിലോട് എണ്ണി പറഞ്ഞാലേ ഞാനോ കൂട്ടി വെച്ചേക്കാം. താനൊക്കെ ഒരു മനുഷ്യരാണോടോ? അല്ല, മൃഗം. സ്ത്രീകളോട് ആദ്യം എങ്ങനെ പെരുമാറണമെന്ന് പഠിയടോ. കുളിക്കടവിൽ സോപ്പ് പെട്ടിയിൽ ഒളിക്യാമറ വെച്ചതിന് 3 ദിവസം ജയിലിൽ കിടന്ന നീ എന്നെ ഉപദേശിക്കണടാ നാറി. ഉപദേശവും ഊഞ്ഞാലാട്ടലും ഒരുമിച്ച് വേണ്ട. കൃതാങ്കൻ, തന്റെ ജോലി എങ്ങനെ പോകുന്നു? സാലറി ഒക്കെ കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ കൂട്ടി തരൂടാ ചെറ്റേ. അപ്പൊ ശരി, കാണാം. അയ്യോ, സോപ്പ് ഇട്ടെടുക്കാൻ മറന്നു. സൂസൻ, സൂസൻ. വിളി കേൾക്കുന്നില്ല. കൈക്ക് പണിയായി. സൂസൻ, ഐ ആം കമ്മിങ്. സൂസൻ, താനിങ്ങനെ കരയാതടോ. ഇങ്ങനെ കരയുണ്ടെങ്കിൽ താറാവ് കരയണക്ക് കരയാവാക്കിയില്ലേ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? കരയാതെ കാര്യം പറയടോ. എനിക്കൊരു ഭർത്താവുണ്ട്. ഒന്നല്ലേ ഉള്ളൂ, വലിയ കാര്യം. ബാക്കി പറയൂ. അത് ഭർത്താവല്ല, രാക്ഷസനാണ്, രാക്ഷസൻ. ഇൻട്രസ്റ്റിംഗ്, വേറെ ഇൻട്രസ്റ്റിംഗ്. എന്നെ വെറുതെ വഴക്കു പറയും, അടിക്കും, ഇടിക്കും, തൊഴിക്കും. ഓ, അയാൾ ഇടയ്ക്കിടയ്ക്ക് ഗുളിക കഴിക്കാറുണ്ടോ? ഇല്ല വക്കീലേ. അപ്പോ വട്ടല്ല, നല്ല ചൂരിട്ട് കിട്ടാത്തിന്റെ കുഴപ്പമാണ്. സൂസൻ, ടെൽ മീ ദ ഇൻസിഡൻസ്. ഐ വാണ്ട് ടു പോയിന്റ് ഇറ്റ് ഔട്ട്. അങ്ങനെ പറയല്ലേ ചേച്ചി, ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കണം. ഇപ്പൊ ഒന്നും വേണ്ട നീയാ, പ്ലീസ് ചേച്ചി. ഞാൻ വാങ്ങിച്ചാ മതിയോടാ? മതി, ആരെടുത്താലും മതി. ചേട്ടന്റെ ഈ ചവരിക്കൊത്ത് കണക്കിരിക്കുന്ന മീശത്തേക്ക് ഞങ്ങളതിൽ ഒരു ക്രീമുണ്ട്, എടുക്കട്ടാ? നിനക്കിവിടെ ഇത്രയും വീട് കടന്നിട്ട് ഈ ഒരു വീടേ കിട്ടിയോളാ നിന്റെ പ്രോഡക്റ്റ് വിൽക്കാൻ? ബാക്കിയുള്ള വീട്ടിൽ കയറി ഇറങ്ങി വന്നപ്പോഴേക്കും ചേച്ചി നിക്കണ കണ്ട്. ചേച്ചി നിക്കണ കണ്ട്. ഇനി പറ, കാമുകൻ, ബെസ്റ്റി, റെഡി? ചേട്ടാ, ചേട്ടാ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതാണ് ചേട്ടൻ എന്നെ അറിഞ്ഞൂടാത്ത. മതി, ഇത് മതി. സൂസൻ, കം ടു മൈ റൂം. ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു. ഓക്കേ, കം 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 കം. ചേട്ടാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യട്ടാ. എന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കോ? എടുക്കടാ മോനെ, നിന്നെ പിഴിഞ്ഞെടുക്കാം. ആദ്യം എവളെ പിഴിഞ്ഞ് ഞാൻ എടുക്കട്ടെ. അപ്പോ സംശയ രോഗമുണ്ട്. ഇതിനെ മെഡിക്കൽ ടേംസിൽ സൈഫിക്കോ ഇൻഡിക്കോ ജിങ്കിക്ക എന്ന് പറയും. നിങ്ങൾ വക്കീലാതാ ഡോക്ടറാ? സോറി. അപ്പോ കേക്കട്ടെ കൃതാകന്റെ ബാക്കി കുസൃതികൾ. അയ്യോ, എല്ലാ ജോലിയും കഴിഞ്ഞു. ഇവിടെ ഇരിക്കുവാണോ? സൂസൻ, ഒരു ചായ തരോ? ചേട്ടാ ഇപ്പോഴല്ലേ ചായ കുടിച്ച? എനിക്കൊരു കോഫി കുടിക്കാം. പാലില്ല. പാല് ഞാൻ വാങ്ങിക്കണോ അതോ സൂസൻ തന്നെ പോയി വാങ്ങിക്കോ? ഞാൻ പോയി വാങ്ങിച്ചോളാം. നല്ല വൈഫ്. അയ്യോ, കൃതാങ്കന്റെ വൈഫ് സൂസൻ ഇവിടെ ഇരിക്കുവാണോ? എന്റെ ഡ്രസ്സെല്ലാം കഴിവിട്ടായിരുന്നോ? എല്ലാം കഴിവിട്ട് ഇപ്പൊ കൊണ്ടുപോയി വിരിച്ചതേ ഉള്ളൂ. വെരി ഗുഡ്.
എങ്കിതാ ഈ കയ്യിലൂടെ കൊണ്ട് കഴിവിടൂ. വെറുതെ ഇരുന്ന് സമയം കളയണ്ട. ഇപ്പൊ കഴിവണോ? കഴിവിടണ്ട. കഴിവ. സൂസൻ, പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ചായിരുന്നോ? രാവിലെ മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് ഇന്നിനിപ്പം വെള്ളം ഒഴിക്കണ്ടല്ല. എങ്കിൽ നാളെ ഒഴിക്കാനുള്ളതും കൂടി ഇത് ഒഴിക്കൂ. പിന്നെ സൂസൻ എളുപ്പത്തിന് വേണ്ടി കിണറ്റിലുള്ള വെള്ളം കോരി ഒഴിച്ചാൽ മതി. ആളൊരു വെവിളി പിടിച്ചവൻ തന്നെ അല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കും സൂസന്റെ അപ്പനും അമ്മയും ഒന്നും നോക്കാതെ അവന്റെ കയ്യിൽ ലൊച്ചി വിട്ടത്. അതെ, എങ്ങനെ മനസ്സിലായി? നമ്മുടെ നാടല്ലേ, സ്വാഭാവികം. ഇതെല്ലാം സഹിക്കാൻ വക്കീലെ, പക്ഷെ രണ്ട് സാധനങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. സൂസൻ ഇങ്ങോരൂ. എന്താ? ഉച്ചയ്ക്ക് വിട്ടതിനെക്കാട്ടി ശബ്ദം കുറവില്ലേ? അപ്പോ ഗുളി കേൾക്കുന്നുണ്ട്. സള്ളെ അൺസഹിക്കബിള്. കേട്ടപ്പോ തന്നെ മൂക്കിന് നാറ്റം അണിച്ച്. സൂസൻ, നല്ല ഫുഡായിരുന്നു. ഇനി ഏതാണ് ആ സഹിക്കാൻ പറ്റാത്ത രണ്ടാമത്തെ സാധനം? ഈശോയെ കാത്തോളണേ. നാല് കൊല്ലായി വക്കീലെ, ഒന്ന് മനസമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട്. ഇതിനൊരു കാര്യം ചെയ്താൽ മതി, വായിലും മുട്ടിലും സൈലൻസർ ഫിറ്റ് ചെയ്യുക. സൈലൻസർ ഫിറ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല. ഐ വാണ്ട് ഡിവോഴ്സ്. അങ്ങനെ പറയില്ല സൂസൻ. എന്റെ വക്കീൽ അങ്ങനെ കൂടെ പോയി പുറക്കി, എനിക്ക് വയ്യ. എനിക്ക് തോന്നുന്നു കൃതാങ്കൻ ഇങ്ങനെ കാണിക്കുന്നതിന്റെ കാരണം ഓഫീസിലെ വർക്ക് പ്രഷർ കൊണ്ടായിരിക്കാം. ഓഫീസിൽ ഇങ്ങനെ എന്നെ വക്കീലേ. ഓഫീസിൽ കാണിക്കുന്നത് ഹോം പ്രഷർ കൊണ്ടായിരിക്കാം. ഹോം പ്രഷർ കൊടുക്കാനായിട്ട് വീട്ടിൽ പ്രഷർ കുക്കർ പോലും ഇല്ല. അപ്പോഴാണ് തന്റെ മാതാപിതാക്കളോട് കൃതാങ്കൻ സംസാരിക്കാന്ന് പറയൂ. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അതൊരു പ്രാവശ്യം സംസാരിച്ചതാ. സൂസന്റെ പിതാവേ, എന്നെ അനുഗ്രഹിക്കണം. കൂടുതൽ തഴാൻ പറ്റില്ല, വയറുണ്ടേ. കാലം നോക്കൂ. വന്ദനം. ഈ മോനെയാണോടി നീ പറഞ്ഞത് പ്രശ്നക്കാരനെന്ന്? അച്ഛാ, ഞാനും ഈ നിൽക്കുന്ന കൃതാങ്കന്റെ വൈഫ് സൂസനും വീട്ടിൽ വഴക്കിടാറുണ്ട്. പക്ഷെ എന്റെ ഈ കൈ അവളുടെ ദേഹത്ത് ഇതുവരെ പതിഞ്ഞിട്ടില്ല. കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് അടിച്ചാ എങ്ങനെ പതിയാന്നാണ്? ഞാനും സൂസനും കൂടി അടുത്ത ആഴ്ച ഹിമാലയത്തിലോട്ട് ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അച്ഛൻ വരുന്നോ? ഇല്ല മരുമോനെ, അച്ഛന് ശ്വാസം മുട്ടുണ്ട്. എങ്കി അച്ഛൻ ഇവിടെ കിടന്ന് വലിച്ചാ മതി. നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നമാണ് അച്ഛാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൂസൻ? ഉണ്ടോ? അച്ഛൻ ഈ കാര്യം ചോദിക്കാൻ ഈ വയ്യാത്ത കാലം വെച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നോ? ഒരു വാക്ക് പറഞ്ഞതെങ്കിൽ ഈ മരുമകൻ ഒരു ആംബുലൻസ് അയച്ചേനെ. ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം മക്കളെ. കോടി പുണ്യം. മരുമോനെ, എന്താ സൂസന്റെ പിതാവേ? ഇവൾ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നമ്മളെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന്. പക്ഷെ ഇവിടെ വന്ന് മോനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, മോനായിരുന്നു ശരി, മോൻ മാത്രമാണ് ശരി. I am proud of myself. കണ്ണിങ്. He is so cunning. വക്കീലെ, എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് ഡൈവോഴ്സ് പ്ലീസ്. ഡിവോഴ്സ് ഒക്കെ ശരിയാക്കാം, പക്ഷേ ഇത്രയും നാൾ നിന്നെ ആ ഉപദ്രവിച്ചതല്ലേ, അവനിട്ട് തിരിച്ചു ഒരു കൊട്ടു കൊടുക്കണ്ടേ? അത് വക്കീല് സമയം കിട്ടുമ്പോ കൊട്ടയ മുട്ട എന്താന്ന് വെച്ചാ ചെയ്യ്. ആ കൊടുക്കുന്ന കൊട്ടിൽ അയാൾ നന്നായാൽ മനസ്സിലായില്ല. പറഞ്ഞു തരാം. സമയം എത്ര ആയടി? ക്ലോക്കിന്റെ അടുത്ത് പോയി ചോദിക്ക്. നീ എവിടെയാണ് ഇത്ര നേരം പോയത്? നിങ്ങൾ 16-ന്റെ അന്നേ വിളമ്പാനുള്ള ചോറ് ബുക്ക് ചെയ്യാൻ പോയത്. ഇവിടെ മനുഷ്യ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. പച്ചവെള്ളം കുടിക്കണ്ട, പുറത്ത് ഉജാനിരിപ്പുണ്ടായിരുന്നല്ല, കലക്ക് നീല വെള്ളമാക്കി കുടിക്കാത്തത്. എന്തു പറഞ്ഞടി? തർക്കുത്തരം. എടി, ഈ കൃതാങ്ങനെ തനി സ്വരൂപം നീ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ കാണ്ടാമൃഗത്തിന്റെ തനി സ്വരൂപം ഞാൻ പണ്ടേ സൂല് കണ്ടിട്ടുണ്ട്. എന്റെ കൈ തരിക്കണ്. തൈലിട്ട് തടവി കുടിക്ക്.
ചോദിക്ക്. ഇങ്ങനെ പിടിച്ചാ കിട്ടൂല. പിടിച്ചാ കിട്ടാതിരിക്കാൻ നിങ്ങൾ ആര് KSRTC ബസ്സാ? ശരി. സൂസൻ, സൂസൻ, ഇന്നലെ കിട്ടിയതിന് ബാക്കി വേണോ? ഇങ്ങോട്ട് വാ സൂസൻ. എവിടെ പോയി കിടക്കണ്? ഇങ്ങോട്ട് വരട്ടെ, ബാക്കി കൊടുക്കണം. എന്തൊരു ഫോണിൽ ഫുള്ള് എന്റെ ഫോട്ടോ. ഇനി എംപ്ലോയി ഓഫ് ദ മന്ത് ഞാനായിരിക്കോ? കാപ്ഷൻ കൊണ്ടല്ല, ഈ നായിന്റെ മോനെ പഞ്ഞിക്കണം. നമസ്കാരം. വാപ്ലിമുക്കിൽ ഗാർഹിക പീഡനം. മനുഷ്യമൃഗവും സർവോപരി കാണ്ടാമൃഗവുമായ കൃതാങ്കൻ തന്റെ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കടക്കാം. കയ്യിലെടുത്ത് തടവി. പിടിച്ചാ കിട്ടാതിരിക്കാൻ നിങ്ങൾ ആര് KSRTC ബസ്സാ? ഇതെങ്ങനാ? സമയം എത്ര ആയടി? ക്ലോക്കിന്റെ അടുത്ത് പോയി ചോദിക്ക്. എടി വഞ്ചകി. ഈ കാബാലികനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായി കുലംകുത്ത് ന്യൂസ് പുറകെ തന്നെ ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്. വക്കീലെ, നിങ്ങൾ പറഞ്ഞ കണക്ക് ഞാൻ അയാൾക്കിട്ടൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. പിന്നെ ഡൈവേഴ്സ് വേണ്ടേ? വേണ്ട വക്കീലെ, വക്കീല് പറഞ്ഞ പോലെ അയാൾ നന്നാവണമെങ്കിൽ നന്നാവട്ടെ. ഞാൻ പിന്നെ വിളിക്കാം. ഫോണിൽ ഞാൻ അറിയാതെ വീഡിയോയും ഷൂട്ട് ചെയ്ത് അതെടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് വിചാരണ നടത്തിയ എന്നെ അങ്ങ് പുറന്നളയാന്ന് വിചാരിച്ചാടി. ആൾ ഇന്ത്യ അണ്ണ ഏരിയാടി. നിങ്ങൾ നന്നാവൂല. ഇങ്ങനെയെങ്കിലും നിങ്ങൾ നന്നാവൂന്ന് ഞാൻ വിചാരിച്ചു. നന്നാവും, പക്ഷെ ഞാനല്ല, നിന്നെ ഞാൻ നന്നാക്കാം. ഇത്രയും കാലം നിങ്ങൾ ഇവിടെ എന്നെ ഒരു കാര്യമില്ലാതെ ചവിട്ടിക്കൂട്ടി. ഇന്ന് എനിക്കറിയാനുള്ള ഒരു കാര്യം വെച്ച് നിങ്ങളെ ഞാൻ ഇവിടെ ചവിട്ടിക്കൂട്ടും. നിനക്കറിയാവുന്ന എന്ത് കാര്യമുണ്ടടി? ഇവളെന്തൊരു കുച്ചിപ്പുടി കളിക്കാൻ പോണ? ഞാൻ തളയിട്ടരാം. താതേ തിത്തിത്തേ, താതേ തിത്തിത്തേ, താതേ തിത്തിത്തേ, താതേ തിത്തിത്തേ. ചേട്ടാ, കുറവുണ്ടോ? ഏടി നീ നേരത്തെ തന്നിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി കുറവുണ്ടായിരുന്നേല. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ? ഞാൻ പോയി കഞ്ഞി എടുത്തിട്ട് വരാമേ. ഈ കൃതാങ്കൻ ഈ കിടക്കപ്പായെന്ന് നീക്കട്ടേ, കാണിച്ചു തരാ ഞാൻ ആരാണെന്ന്.